കൊച്ചി ഞാറയ്ക്കലിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിപ്പറമ്പിൽ വീട്ടിൽ സജീവൻ, ഭാര്യ സബിത എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ നിഗമനം. 2 മാസം മുമ്പും ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, മകന്റെ മരണത്തിൽ മനം തൊന്നുള്ള ആത്മഹത്യാശ്രമം എന്ന സൂചനകളുണ്ട്. അതിലെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മകന്റെ മരണത്തിലുണ്ടായിരുന്ന വിഷമം, ഏക മകനാണ് 1 വർഷം മുൻപ് മരിച്ചത്. ഈ മകന്റെ മരണത്തിന് ശേഷം മാനസികമായി വലിയ തളർച്ചയിലായിരുന്നു സജീവനും ഭാര്യ സബിതയും. സജീവന് 70 വയസ്സാണുള്ളത്, ഭാര്യ സബിതയ്ക്ക് 63 വയസ്സും. അപ്പോൾ 2 മാസം മുൻപും ഇവർ ഇതേപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്നും കുടുംബ ബന്ധുക്കളോടക്കം പറഞ്ഞത് മകന്റെ മരണം അത് തങ്ങളെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്, അതിൽ നിന്ന് മുക്തരാകാൻ പറ്റുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കുടുംബാംഗങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി ഇരുവരെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ആയിട്ടും വീടിന്റെ പുറത്തേക്ക് ആരെയും കാണാത്തത് കൊണ്ട് സംശയം തോന്നിയാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴേക്കും ഇരുവരും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മകന്റെ മരണത്തിന്റെ മനോവിഷമം തന്നെയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു. എങ്കിൽ പോലും പോലീസ് ആത്മഹത്യാ കുറിപ്പടക്കം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട്. മകന്റെ മരണം മാത്രമാണോ അതോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരെ അലട്ടിയിരുന്നോ എന്നതൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.